Good morning, dear students. In the last class, we discussed how to write a case study. Today, we are going to discuss reports. So, we know what is a report. നമുക്കറിയാം എന്താണ് റിപ്പോർട്ട് എന്നും എങ്ങനെയൊക്കെയാണ് ഹൗ ടു റൈറ്റ് റിപ്പോർട്ട്സ് എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും there are some rules and regulations behind writing reports. So, first of all, we have to discuss what is a report. A report is written for a clear purpose and to a particular audience. Specific information and evidence are presented, analyzed and applied to a particular problem or issue. The information is presented in a clearly structured format, making use of sections and headings so that the information is easy to locate and follow. അതായത് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഷോർട്ട് ഷാർപ്പ് കൺസൈസ് ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് റിട്ടൺ ഫോർ എ പെർട്ടിക്കുലർ പേർപ്പസ് ആൻഡ് ഓഡിയൻസ്. പ്രത്യേക പർപ്പസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രത്യേക ഓഡിയൻസിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു ഷോർട്ട് അതല്ലെങ്കിൽ ഒരു കൺസൈസ് ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. It generally sets out and analyzes a situation or problem, often making recommendation for future action. ചില സമയത്ത് ചില ഏതെങ്കിലും പ്രോബ്ലത്തെക്കുറിച്ചുള്ള അനാലിസിസ് ആവാം, അതുമല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഫോർ ഫ്യൂച്ചർ ആക്ഷൻ, അല്ലെങ്കിൽ ചില റെക്കമെൻഡേഷൻ റിപ്പോർട്ട്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഫ്യൂച്ചർ ആക്ഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന റിപ്പോർട്ടുകളാവാം. ഓക്കെ, ഇൻ അക്കാദമിക് terms, it might describe an experiment you have conducted, a survey you have carried out, a composition of alternative proposals to deal with a situation. അപ്പോൾ ഇതൊക്കെ ആവാം റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഷാർപ്പ് കൺസൈസ് ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് റിട്ടൺ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് ആൻഡ് ഓഡിയൻസ്. ഓക്കെ, ഇത്രയാണ് റിപ്പോർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. സ്ട്രക്ചർ ഓഫ് റിപ്പോർട്ട്, അതല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ റിപ്പോർട്ട്. മെയിൻ ഫീച്ചറിൽ ഫസ്റ്റ് വരുന്നതാണ് ടൈറ്റിൽ പേജ്. ദിസ് ഷുഡ് ബ്രീഫ്ലി ബട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിസ്ക്രൈബ് ദ പർപ്പസ് ഓഫ് ദ റിപ്പോർട്ട്. ഇറ്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് യുവർ നെയിം, ദ ഡേറ്റ് ആൻഡ് ഫോർ ഹൂം ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ. ടൈറ്റിൽ പേജിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ പേര്, യുവർ നെയിം, ഡേറ്റ് ആൻഡ് ഫോർ ഹൂം ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ. ആർക്കാണോ റിപ്പോർട്ട് എഴുതുന്നത് അവരുടെ പേര്. അപ്പോൾ ഇത്രയാണ് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ പേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത്, യുവർ നെയിം, ഡേറ്റ് ആൻഡ് ഫോർ ഹൂം ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ. സെക്കൻഡ് വൺ, ടേംസ് ഓഫ് റെഫറൻസ്. അണ്ടർ ദിസ് ഹെഡിങ് യു ഷുഡ് ഇൻക്ലൂഡ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഹൂ വിൽ റീഡ് ദ റിപ്പോർട്ട്, ദാറ്റ് ഈസ് യുവർ ഓഡിയൻസ്, and why it was written and how it was written. That is your audience, purpose and methods. It may be in the form of a subtitle or a single paragraph. That the terms of reference ഒരു ചെറിയൊരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് who will read the report, that is your audience, and why it was written, that is your purpose, and how it was written, ദാറ്റ് ഈസ് മെത്തേഡ്. അതായത് നിങ്ങളെ ഓഡിയൻസ് ആരാണ്, അതല്ലെങ്കിൽ വൈ ഇറ്റ് വാസ് റിട്ടൺ, എന്തിനാണ് എഴുതുന്നത്, അതായത് പർപ്പസ്, നിങ്ങളുടെ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ ആൻഡ് ഹൗ ഇറ്റ് വാസ് റിട്ടൺ, അതായത് എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾ എഴുതിയത്, ദാറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് യുവർ റൈറ്റിംഗ്. ഇത്രയാണ് ടേംസ് ഓഫ് റെഫറൻസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, ഇത് മൂന്നാമത്തെ പോയിൻ്റാണ് സമ്മറി. ദ സമ്മറി ഷുഡ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട്. It should cover the aims of the report, what was found and what, if any actions is called for. Length of the abstract should not be more than half a page. It should provide the reader with a clear, helpful overview of the content of the report. അതായത് സമ്മറി, അത് നിങ്ങളുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമ്മറി, there needs to be summary of the major points, conclusions and recommendations. It needs to be short as it is a general review of the report. അതായത് നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഒരു ജനറൽ റിവ്യൂ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സമ്മറി എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട്
നിങ്ങൾ കൊടുത്തോളൂ. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ ടൈറ്റിൽ പേജ് കൊടുക്കുന്നു, ദെൻ ടേംസ് ഓഫ് റെഫറൻസ്, ദെൻ സമ്മറി. ഓക്കെ. ഫോർത്ത് പോയിൻറ്റ്, കണ്ടൻസ്, ദറ്റ് ഈസ് ടേബിൾ ഓഫ് കണ്ടൻസ്. The content page should list the different chapters or headings together with the page numbers. നമ്മൾ കൊടുക്കാറുണ്ടല്ലോ കണ്ടൻറ് പേജ്, ടേബിൾ ഓഫ് കണ്ടൻസ്. അതായത് നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ ഏത് പേജിലാണ് വരുന്നത് എന്നുള്ളതും കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കണ്ടൻസ്, ദാറ്റ് ഈസ് ടേബിൾ ഓഫ് കണ്ടൻസ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇൻട്രൊഡക്ഷൻ. The introduction sets the scene for the main body of the report. The aims and objectives of the report should be explained in detail. അപ്പോൾ നമുക്കറിയാം ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു അക്കാദമിക് റൈറ്റിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഉണ്ടാവണം അല്ലേ. 3 പോയിൻറ്റ്സ് ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വേണം, ദെൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വേണം, പിന്നെ അതിൻ്റെ സബ്സ്റ്റാൻഷിയേഷൻ, അതുപോലെ തന്നെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ. സോ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ സെറ്റ് ദ സീൻ ഫോർ ദ മെയിൻ ബോഡി ഓഫ് ദ റിപ്പോർട്ട്. അതായത് റിപ്പോർട്ടിൻ്റെ മെയിൻ ബോഡി ആയിട്ടാണ് പരിഗണിക്കുന്നത് റിപ്പോർട്ട് ഇൻട്രൊഡക്ഷന്. സോ ദ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ റിപ്പോർട്ട് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ടിൻ്റെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അത് ഇൻട്രൊഡക്ഷനിൽ പറയണം. ഓക്കെ. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് റിസർച്ച് മെത്തേഡ് നിങ്ങൾ ഏതൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് പോയിൻറ്റ്, മെത്തേഡ്സ്. ഇറ്റ് മേ ഇൻക്ലൂഡ് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് യൂസ്ഡ്, എക്സ്പ്ലനേഷൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോളോഡ്. അതായത് നിങ്ങൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ സോഴ്സസ് ആണ്, ഇൻക്ലൂഡിങ് സോഴ്സസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് എനി നെസസറി പ്രിപ്പറേഷൻ. അതായത് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിച്ച സോഴ്സസ് ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്തത് അല്ലേ, ഇതിൻ്റെ ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെയാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയർ നിങ്ങൾ ഉപയോഗിച്ചു, അതല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് അല്ലേ, എന്തൊക്കെ സാമഗ്രികളാണ് നിങ്ങളിത് ഉപയോഗിച്ചത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദെൻ റിസൾട്ട്സ്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് a summary of the results of the investigation or experiment together with any necessary diagrams, graphs or tables of gathered data that support your result. Present your results in a logical order without comment. ഇത് റിസൾട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിസൾട്ട്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ലോജിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് അത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. റിസൾട്ടിന് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് റിസൾട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ അതല്ലെങ്കിൽ നിങ്ങൾ പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ് റിസൾട്ടിൽ നിങ്ങൾ പറയേണ്ടത്. ദെൻ നെക്സ്റ്റ്, ഡിസ്കഷൻ. ഈസ് ദ മെയിൻ ബോഡി ഓഫ് ദ റിപ്പോർട്ട് ഈസ് where you discuss your material. The fact and evidence you have gathered should be analyzed and discussed with specific reference to the problem or issue. Your points should be grouped and arranged in an order that is logical and easy to follow. ഇത് ഡിസ്കഷൻ, ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. മെയിൻ ബോഡി ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഡിസ്കഷൻ. ദാറ്റ് ഈസ് where you discuss your material. The fact and evidence you have gathered should be analyzed. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഫാക്ട്സും അതുപോലെ തന്നെ എവിഡൻസും ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡിസ്കഷൻ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാക്ട്സുകൾ കിട്ടുന്നു, അതുപോലെ തന്നെ അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആൻഡ് ഡിസ്കസ് വിത്ത് സ്പെസിഫിക് റെഫറൻസ് ടു ദ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് റെഫറൻസ് കൊടുക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഡിസ്കഷൻ സെക്ഷൻ. നെക്സ്റ്റ്, കൺക്ലൂഷൻ. ഈ ഡിസ്കഷൻ സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ മെയിൻ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ദെൻ കൺക്ലൂഷൻ. ഇൻ ദ കൺക്ലൂഷൻ യു ഷുഡ് ഷോ ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് വാട്ട് ഹാസ് ബീൻ കവേർഡ്, ഹൈലൈറ്റിംഗ് വാട്ട് യു കൺസിഡർ ടു ബി ദ മോസ്റ്റ് സെൻട്രൽ ഇഷ്യൂ ഓർ ഫൈൻഡിങ്സ്. ഓക്കെ. അതായത് കൺക്ലൂഷൻ, യു നോ ദാറ്റ് കൺക്ലൂഷൻ, അതായത് മെയിൻ കണ്ടൻറ്റിനെ നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ് കൺക്ലൂഷൻ. ഓക്കെ. Then next, appendices. That is under this heading, you should include all the supporting information you have used that is not published. അതായത് ഈ അപ്പൻഡൈസസിൽ നിങ്ങൾക്ക്
പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസിന് നിങ്ങൾക്ക് അപ്പൻഡൈസസ് എന്നുള്ള ഹെഡിങ്ങിന് താഴെ ഉൾപ്പെടുത്താം. ദാറ്റ് ഈസ് ടേബിൾസ്, ദിസ് മൈറ്റ് ഇൻക്ലൂഡ് ടേബിൾസ്, ഗ്രാഫ്സ്, ക്വസ്റ്റനയേഴ്സ്, സർവേസ് ഓർ ട്രാൻസ്ക്രിപ്റ്റ്സ്. ഇതൊക്കെയാണ് അപ്പൻഡൈസസിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ടേബിൾസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഗ്രാഫ്, അതുപോലെ തന്നെ ക്വസ്റ്റനയർ, സർവേ, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്ന ഏരിയയാണ് അപ്പൻഡൈസസ്. ദെൻ നെക്സ്റ്റ് ബിബ്ലിയോഗ്രഫി. യുവർ ബിബ്ലിയോഗ്രഫി ഷുഡ് ലിസ്റ്റ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ബൈ ഓഥർ all published sources referred to in your report. ബിബ്ലിയോഗ്രഫി അല്ലേ, അതായത് നിങ്ങളുടെ ബിബ്ലിയോഗ്രഫിയിൽ ഉണ്ടാവേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓതേഴ്സിൻ്റെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിഷ്ഡ് സോഴ്സസ് ഇതിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്റ്റൈൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിബ്ലിയോഗ്രഫി പ്രസൻറ്റ് ചെയ്യാനുള്ള, അല്ലേ. ഇൻഡെക്സ്, സൈറ്റേഷനൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതുപോലെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബിബ്ലിയോഗ്രഫി പ്രിപ്പയർ ചെയ്യുക. The next, acknowledgements. The assistance of particular organization or individuals who provided information, advice or help. നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട് അക്നോളജ്മെൻറ്റ്. നമ്മളാരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ആവാം, അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, ടീച്ചേഴ്സ് ആവാം, ഒക്കെ ആവാം. ഹു പ്രൊവൈഡഡ് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. Then, glossary of technical terms. It is useful to provide an alphabetical list of technical terms. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ ടേംസ് നിങ്ങളതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലോസറി നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ടത്. സോ സ്ട്രക്ചർ ഓഫ് എ റിപ്പോർട്ട്, അതല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ റിപ്പോർട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ പേജ്, ടേംസ് ഓഫ് റെഫറൻസ്, സമ്മറി, കണ്ടൻസ്, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, റിസൾട്ട്സ്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, അപ്പൻഡൈസസ്, ബിബ്ലിയോഗ്രഫി, അക്നോളജ്മെൻറ്റ്സ് ആൻഡ് ഗ്ലോസറി ഓഫ് ടെക്നിക്കൽ ടേംസ്. ഓക്കെ, ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് എ റിപ്പോർട്ട്സ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് അതൊന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, there are many types of reports writing for organization used for various purposes. We can broadly divide them as formal and informal. The formal report is the collection and interpretation of data and information. It is complex and used as an official level. Okay. അതായത് റിപ്പോർട്ടിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. സാധാരണയായിട്ട് മെയിനായിട്ടും ഫോർമലെന്നും ഇൻഫോർമലെന്നും വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ടിനെ തരംതിരിക്കാവുന്നതാണ്. The formal report is the collection and interpretation of data and information. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് ഫോർമൽ റിപ്പോർട്ടിനാണ്. കാരണം നമ്മൾ അക്കാദമിക് റൈറ്റിംഗ് ആണ് ചർച്ച ചെയ്യുന്നത്. അക്കാദമിക് റൈറ്റിംഗ് ഈസ് ഫോർമൽ. ഓക്കെ, so the formal report is a collection and interpretation of data and information. It is complex and used as an official level. ഒരു ഒഫീഷ്യൽ ലെവലിൽ ഉപയോഗിക്കുന്നതാണ് ഫോർമൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ആസ്, നോക്കൂ, അതായത് റിപ്പോർട്ടിനെ മെയിനായിട്ടും ക്യാരക്ടറൈസ് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്സ്. അതായത് 3 ടൈപ്പ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട് ആൻഡ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. 3 ടൈപ്പ് റിപ്പോർട്ട്സ്. There are 3 types of reports: recommendation report, evaluation report and feasibility report. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ റെക്കമെൻഡേഷൻ റിപ്പോർട്ട്. അപ്പോൾ എന്താണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് നോക്കാം. ഇറ്റ് കമ്പയർസ് 2 or more options, that means products, properties, plans or organizations against requirements, and then recommends one option, the one that best meets the stated requirements. Several options, the one that meets the requirements but in different ways or none. അതായത് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് കമ്പയർസ് 2 or more options against requirements and then recommends one option, several options or none. അതായത് റെക്കമെൻഡേഷൻ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, എന്താണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്നുള്ളത്. ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, അല്ലേ. ആദ്യം അതിനെന്ത് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് കമ്പയർസ് 2 or more ഓപ്ഷൻസ്, 2 അതിലധികമോ
ഓപ്ഷൻസിനെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്തതിന് ശേഷം അതെന്തൊക്കെയാവാം, പ്രോഡക്റ്റ്സ് ആവാം, പ്രോപ്പർട്ടീസ് ആവാം, പ്ലാൻസ്, അതല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, എന്തോ ആവാം. അപ്പോൾ ഇതിന് നമ്മൾ 2 അതിലധികമോ ഓപ്ഷൻസ് എടുത്ത് കമ്പയർ ചെയ്ത് അതിൽ നിന്ന് ഒരു ഓപ്ഷനോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസോ അതല്ലെങ്കിൽ ഒരു ഓപ്ഷനും റെക്കമെൻഡ് ചെയ്യാതിരിക്കുകയോ ആവാം. ഓക്കെ, ഒന്നെങ്കിൽ ഒരു ഓപ്ഷനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇതും നല്ലതാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഒന്നും റെക്കമെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യാം, അതും റിപ്പോർട്ട് തന്നെയാണ്. അതായത് നമ്മൾ രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് എടുത്ത് നന്നായിട്ട് നമ്മൾ പഠിക്കുന്നു, പഠനം നടത്തി നമുക്ക് മനസ്സിലാവുകയാണ് ഇതൊന്നും നല്ലതല്ല. അങ്ങനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും റെക്കമെൻഡേഷൻ റിപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് കമ്പയർസ് 2 or more options, that is against requirements and then recommends one option. അതായത് നമ്മുടെ റിക്വയർമെൻറ്റ്സിനെ പൂർത്തീകരിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ സെവറൽ ഓപ്ഷൻസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഒന്നും റെക്കമെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇതിനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് starts from a stated needs, a selection of choices or both, and then recommends one, some or none. For example, അതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണം നോക്കൂ. A company might be looking at grammar checking software and want a recommendation on which product is the best. As the report writer on this project, you could study the market for this type of application and recommended one particular product, a couple of products or none. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഗ്രാമർ ചെക്കിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ് എ റിപ്പോർട്ട് റൈറ്റർ, അല്ലേ, ഒരു റിപ്പോർട്ട് റൈറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ മാർക്കറ്റിലെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്തി നിങ്ങൾ അതിലൊരു പ്രത്യേക ആപ്ലിക്കേഷൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എ കപ്പിൾ ഓഫ് പ്രോഡക്ട്സ്, അല്ലേ, ഒന്നിൽ കൂടുതൽ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്ത്, ഇത്തരത്തിൽ ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ നല്ലതൊന്നും ഇല്ല, അങ്ങനെ നൺ, അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഈസ് ഇവാലുവേഷൻ റിപ്പോർട്ട്. രണ്ടാമത്തെ തരം റിപ്പോർട്ടാണ് ഇവാലുവേഷൻ റിപ്പോർട്ട്. ഇറ്റ് കമ്പയർസ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്, പ്ലാൻസ്, programs, properties, organization, etc. against requirements and makes an evaluative judgment whether it meets its expectations or whether it is good or useful. അതായത് ഇവാലുവേഷൻ റിപ്പോർട്ട് ഇതിൽ തന്നെയുണ്ട്, ഇവാലുവേറ്റ്, അല്ലേ. ഇറ്റ് കമ്പയർസ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്, അതായത് ഇതിൽ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സിന് അതല്ലെങ്കിൽ പ്ലാൻസ്, പ്രോഗ്രാംസ്, പ്രോപ്പർട്ടീസ്, അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് against requirements and makes an evaluative judgment. ഇതിനാണ് ഇമ്പോർട്ടൻസ്, മേക്സ് ആൻ ഇവാലുവേറ്റീവ് ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. വെദർ ഇറ്റ് മെറ്റ് ഇറ്റ് എക്സ്പെക്റ്റേഷൻസ്, അതായത് അതിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മെറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സഫലീകരിക്കുന്നതാണോ എന്നൊക്കെ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓർ വെദർ ഇറ്റ് ഈസ് ഗുഡ്സ് ഓർ യൂസ്ഫുൾ, അതല്ലെങ്കിൽ അത് നല്ലതാണോ അതല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ, ഉപകാരപ്രദമാണോ എന്നൊക്കെ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. നെക്സ്റ്റ്, ഫീസിബിലിറ്റി റിപ്പോർട്ട്. ദാറ്റ് ഈസ് ഇറ്റ് മേക്ക് ആൻ ഇവാലുവേറ്റീവ് ജഡ്ജ്മെൻറ്റ് ആസ് ടു വെദർ എ പ്രോജക്റ്റ് ഈസ് പോസിബിൾ ഓർ വർത്ത് വൈൽ. Its essential task is to tell the readers whether a project is feasible, that is, whether it is technically, socially, economically, administratively or environmentally possible or practical. അപ്പോൾ feasible means practical or possible. ഓക്കെ, അപ്പോൾ അതായത് ഇതിൽ ഇവാലുവേഷൻ ആണ്, പക്ഷേ ഇവാലുവേഷൻ റിപ്പോർട്ട് അല്ല. അതായത് വ്യത്യാസം പറയാം. ഇറ്റ് മേക്സ് ആൻ ഇവാലുവേറ്റീവ് ജഡ്ജ്മെൻറ്റ് ആസ് ടു വെദർ എ പ്രോജക്റ്റ് ഈസ് പോസിബിൾ ഓർ വർത്ത് വൈൽ. അതായത് ഒരു പ്രോജക്റ്റ് പോസിബിൾ ആണോ, ഈ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു തരുന്നതിനാണെന്ന് പറയാം ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്സ് എസെൻഷ്യൽ ടാസ്ക് ഈസ് ടു ടെൽ ദ റീഡേഴ്സ് വെദർ എ പ്രോജക്റ്റ് ഈസ് ഫീസിബിൾ. അതായത് ഒരു പ്രോജക്റ്റ് ഫീസിബിൾ ആണോ, പോസിബിൾ ആണോ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണോ,
whether it is technically, socially, economically, administratively or environmentally possible. അതായത് ടെക്നിക്കലായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണോ, അതല്ലെങ്കിൽ സോഷ്യലായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, എക്കണോമിക്കലി നമുക്ക് യോജിച്ചതാണോ, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഓർ എൻവയൺമെൻ്റലി പോസിബിൾ. അതായത് ഇത്തരത്തിലുള്ള ഒരു ഇവാലുവേറ്ററി റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്, ദാറ്റ് ഈസ് recommendation report, evaluation report and feasibility report. അതുപോലെ തന്നെ this type of report, that is feasibility report, studies a situation and a plan for doing something about it and then determines whether that plan is feasible. അതായത് ഒരു പ്രോബ്ലത്തെ, ഒരു സിറ്റുവേഷനെ നമ്മൾ പഠനം നടത്തുന്നു, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ആൻഡ് ദെൻ ഡിറ്റർമിൻസ് വെദർ ദാറ്റ് പ്ലാൻ ഈസ് ഫീസിബിൾ. പിന്നെ നമ്മൾ തീരുമാനിക്കുക ഈ ഒരു പ്ലാന് ഫീസിബിൾ ആണോ അല്ലെങ്കിൽ പോസിബിൾ ആണോ, വിച്ച് മീൻസ് ഡിറ്റർമിനിങ് വെദർ ഇറ്റ് ടെക്നോളജിക്കലി പോസിബിൾ ആൻഡ് വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ദാറ്റ് ഈസ് ദ ഫീസിബിലിറ്റി റിപ്പോർട്ട് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഷുഡ് വി ഇംപ്ലിമെൻറ്റ് പ്ലാൻ എക്സ് ബൈ സ്റ്റേറ്റിംഗ് യെസ് ഓർ നോ ബട്ട് മോർ ഓഫൺ മേ ബി. അതായത് നമ്മളതിൽ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ചോദിക്കുക ഷുഡ് വി ഇംപ്ലിമെൻറ്റ് പ്ലാൻ എക്സ്. എക്സ് മീൻസ് എനി പ്ലാൻ. അതായത് ഈ പ്ലാൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ ഫീസിബിലിറ്റി റിപ്പോർട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ 3 ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വരുന്നൊരു ഏരിയയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പ്രോഗ്രസീവ് റിപ്പോർട്ട്സ് ഓർ പ്രോഗ്രസ് റിപ്പോർട്ട്സ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചർച്ച ചെയ്യാം. So, you write progress reports when it take well over 3 or 4 months to complete a project. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ 2-3 മാസം അല്ലെങ്കിൽ 3 or 4 months അല്ലേ, 2-3-4 മാസങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ഇൻ ദ പ്രോഗ്രസ് റിപ്പോർട്ട് യു എക്സ്പ്ലെയിൻ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ്. നോക്കൂ, താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നുകിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. നോക്കൂ, ഹൗ മച്ച് ഓഫ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ് ആൻഡ് വാട്ട് പാർട്ട് ഓഫ് ദ വർക്ക് ഈസ് കറൻ്റ്ലി ഇൻ പ്രോഗ്രസ് ആൻഡ് വാട്ട് വർക്ക് റിമെയിൻസ് ടു ബി ഡൺ. ദെൻ what problems or unexpected things, if any, have risen and how the project is going in general. ഓക്കെ, അപ്പോൾ അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏരിയാസാണ്. ഹൗ മച്ച് ഓഫ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ്, അതായത് നിങ്ങളുടെ വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വാട്ട് പാർട്ട് ഓഫ് ദ വർക്ക് ഈസ് കറൻ്റ്ലി ഇൻ പ്രോഗ്രസ്, എന്താണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് വർക്ക് റിമെയിൻസ് ടു ബി ഡൺ, അതായത് ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ദെൻ വാട്ട് പ്രോബ്ലംസ് ഓർ അൺഎക്സ്പെക്റ്റഡ് തിങ്സ്, ഇഫ് എനി, ഹാവ് അറൈസൺ. ഇനി എന്തെങ്കിലും നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ആൻഡ് ഹൗ ദ പ്രോജക്റ്റ് ഈസ് ഗോയിങ് ഇൻ ജനറൽ, അതല്ലെങ്കിൽ പ്രൊജക്റ്റ് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ പൊതുവെ മൊത്തത്തിൽ എന്താണ് പ്രൊജക്റ്റിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചർച്ച ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇതെല്ലാം ചർച്ച ചെയ്യാം, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചർച്ച ചെയ്തേ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രോഗ്രസ് റിപ്പോർട്ട്സ്. ഇനി നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്, പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് റിപ്പോർട്ട് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് പറഞ്ഞു, റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് കണ്ടൻസ് ആയിട്ട് റിപ്പോർട്ടിന് വേണ്ടതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 3 തരം റിപ്പോർട്ട് പറഞ്ഞു, റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഫീസിബിലിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇവാലുവേഷൻ റിപ്പോർട്ട് അല്ലേ. പിന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അപ്പോൾ കംപ്ലീറ്റഡ് അല്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്.